everyone. അപ്പോൾ ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പക്ഷേ ഈ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പ്രൊസീജിയർ അങ്ങ് സെറ്റ് ആവുന്നില്ല എന്നുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഉറപ്പിക്കാൻ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇനി ഈ എക്സ്പോർട്ട് പ്രൊസീജിയറിനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാവില്ല. എക്സ്പോർട്ട് പ്രൊസീജിയർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തന്നെ ഇമ്പോർട്ട് പ്രൊസീജിയർ നിങ്ങൾക്ക് വളരെ ഈസി ആവും. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷൻ ഓഫ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പോർട്ട് പ്രൊസീജിയറിനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ 17 സ്റ്റെപ്സ് നീണ്ടു നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് പിക്ചേഴ്സിലൂടെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ 2 പേരാണ് നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ളത്. ഒന്നാമത്തേത് സാമും രണ്ടാമത്തേത് ഇഷാനും. ഓക്കെ, അപ്പൊ സാമിന്റെ ഈ ഒരു ഗൈഡ് ബുക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇമ്പോർട്ടർ ആണ് ആര്, ഇഷാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരൊന്ന് പരിചയപ്പെട്ടാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ആക്കാൻ പറ്റും കേട്ടോ. യെസ്, അപ്പം സാം എന്ത് ചെയ്യാണ്, സാം ഇന്ത്യയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഗൈഡ് ബുക്ക് ഇമ്പോർട്ടർ ആയിട്ടുള്ള ഇഷാന്, സാം എന്ന് പറയുന്നത് എക്സ്പോർട്ടറോ ഇഷാൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടർ ആണ്. ഇമ്പോർട്ടർ എവിടെയാണുള്ളത്, ചൈനയിലാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു പ്രൊസീജിയറിന്, ഈ ഒരു എക്സ്പോർട്ടിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സിലൂടെയാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി മുതൽ എക്സ്പോർട്ട് പ്രൊസീജിയർ നിങ്ങൾക്ക് ഒരു വിഷയമല്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇൻക്വയറി റിസീവ്ഡ്. ഓക്കെ, ഇൻക്വയറി റിസീവ്ഡ് ആൻഡ് സെൻഡിങ് കൊട്ടേഷൻ. ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇഷാന് ഒരു എൻക്വയറി നടത്തുകയാണ് ചെയ്യുന്നത് അബൌട്ട് ദ പ്രൊഡക്റ്റ് ഗൈഡ് ബുക്കിനെ കുറിച്ചിട്ട്. ആരോട്, നമ്മുടെ സാമിനോട്. എനിക്ക് ഇങ്ങനെ ഒരു ബുക്ക് വേണ്ടിയിരുന്നു, നിങ്ങളുടെ ബുക്കിന്റെ ക്വാളിറ്റി എന്താണ്, ക്വാണ്ടിറ്റി എന്താണ്, അത് എങ്ങനെയാണ് എനിക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റാന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ഇൻക്വയറി നടത്തുന്നു. ആൻഡ് ആ ഇൻക്വയറി ബേസ് ചെയ്തിട്ട് നമ്മുടെ സാം എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഒരു കൊട്ടേഷൻ തിരിച്ചയക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ വില, ഇതിന് ഇത്ര ക്വാളിറ്റിന്റെ ഇത്ര ക്വാണ്ടിറ്റിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു ഇൻവോയ്സ് ആർക്ക് തിരിച്ചു കൊടുക്കുന്നു, നമ്മുടെ ഇഷാന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻക്വയറി റിസീവ്ഡ് ആൻഡ് സെൻഡിങ് കൊട്ടേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇൻക്വയറി റിസീവ് ചെയ്തു, കൊട്ടേഷനും വായിച്ചു. ഇനി ഇദ്ദേഹം ഇത് ഓർഡർ പ്ലേസ് ചെയ്തോ ഇല്ല എന്ന് നോക്കണ്ടേ. യെസ്, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓർഡർ ഓർ ഇന്റന്റ് റിസീവ്ഡ്. ഓക്കെ, ഓർഡർ അല്ലെങ്കിൽ ഇന്റന്റ് എന്നും ഇതിനെ പറയൂ കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുന്നത്, ഇഷാന് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെ ഇഷാൻ എന്ത് ചെയ്യാണ്, സാമിനോട് പറയാണ്, യെസ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണം, ഇത്ര ക്വാണ്ടിറ്റിയിൽ ഇത്ര ക്വാളിറ്റിയിലാണ് എനിക്ക് വേണ്ടത്, ഇന്ന ദിവസം എത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഓർഡർ കിട്ടി, വളരെ ഹാപ്പിയാണ് ആര്, നമ്മുടെ സാം എന്ന് പറയുന്നത്. പക്ഷെ സാമിനൊരു സംശയം, ഈ പ്രൊഡക്റ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഇത്രയും റിസ്ക് ഒക്കെ എടുത്ത് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ഇതിനുള്ള പൈസ എനിക്ക് കിട്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ സാം നമ്മുടെ ഇമ്പോർട്ടറിന്റെ ക്രെഡിറ്റ് വർത്ത്നെസ് നോക്കുന്ന അസസിങ് ഇമ്പോർട്ടേഴ്സ് ക്രെഡിറ്റ് വർത്ത്നെസ്. അതായത് ഈ സാധനം ഞാൻ സെല്ല് ചെയ്താൽ നമ്മുടെ ഈ ഇഷാന് തിരിച്ച് പൈസ തരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ബാങ്കുമായിട്ട് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ആവശ്യപ്പെടുന്നു, ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഓക്കെ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം എത്തിയതിനു ശേഷം ഈ ഒരു ഡേറ്റിന് മുമ്പായിട്ട് സാധനം ഇതിനുള്ള പേയ്മെന്റ് കൊടുക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ഈ കാര്യവും റെഡി ആയി. ഓക്കെ, ലെറ്റർ ഓഫ് ക്രെഡിറ്റും കയ്യിലാക്കി, എല്ലാം സെറ്റ് ആണ്. ഇനി അടുത്തത് എന്താണ്, എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ലൈസൻസ് ആവശ്യമാണ് അല്ലെ. എക്സ്പോർട്ട് ലൈസൻസ് അടുത്ത സ്റ്റെപ്പിൽ ആര് കയ്യിലാക്കുന്നുണ്ട്, നമ്മുടെ സാം കയ്യിലാക്കുന്നുണ്ട്. അതിനുശേഷം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വലിയ പൈസയൊന്നും ഇല്ല, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനുള്ള പൈസയൊന്നും ആരെടുത്തില്ല, സാമിന്റെ അടുത്തില്ല. അപ്പൊ സാം എന്ത് ചെയ്യുന്നുണ്ട്, പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് ആവശ്യപ്പെടുന്നു. ആരോട്, പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് ബാങ്കിനോട് ആവശ്യപ്പെടുന്നുണ്ട്, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൈസയും കിട്ടി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, പ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. ആ സാധനങ്ങളുടെ പ്രൊഡക്ഷന് തുടങ്ങുകയാണ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളുടെ ക്വാളിറ്റി ചെക്ക് നടത്തുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റിയിലുള്ള സാധനമാണോ നോക്കാൻ വേണ്ടിയിട്ട് പ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷൻ ആണ് അടുത്ത സ്റ്റേജിൽ നടക്കുന്നത്. ഓക്കെ, ഇൻസ്പെക്ടർ അടുത്ത് പോയിട്ട് ഈ സാധനം നല്ലതാണ്, ഇത് പുറത്തേക്ക് അയച്ചാൽ, കയറ്റുമതി ചെയ്താൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഇമ്പോർട്ടറിന് ഒരു രീതിയിലും ഒരു ബാഡ് ഹാർംഫുൾ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാളിറ്റി ചെക്ക് നടത്തുന്നത്. അങ്ങനെ ക്വാളിറ്റി ചെക്കും കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, എക്സൈസ് ക്ലിയറൻസ് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, എക്സൈസ് ക്ലിയറൻസ്. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസയൊക്കെ ആരടിക്കുന്നുണ്ട്, നമ്മുടെ എക്സ്പോർട്ടർ അയക്കുന്നുണ്ട്. അപ്പൊ ഇൻ കേസ് ചില കേസസിൽ നമുക്ക് എന്ത് കിട്ടും, ഈ പൈസ തിരിച്ച് റിട്ടേൺ ആയിട്ട് ഡ്യൂട്ടി ഡ്രോബാക്ക് നമുക്ക് റിട്ടേൺ ആയിട്ട് റീഫണ്ട് ആയിട്ടും കിട്ടാറുണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദിസ് നമ്മുടെ
ഇമ്പോർട്ടർ ആയിട്ടുള്ള ഇഷാൻ എന്താ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്? സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. അപ്പൊ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രൊഡക്റ്റ് ഈ രാജ്യത്താണ് ഉൽപ്പാദിപ്പിച്ചത് എന്നുള്ള ഒരു തെളിവ് കാണിക്കുന്ന ഒരു രേഖയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിന് നമ്മളെ ഇമ്പോർട്ടറിന് കുറച്ച് കൺസെഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ ആവശ്യപ്പെടുന്നത്. അതിനുശേഷം നമ്മുടെ എക്സ്പോർട്ടർ നോക്കുകയാണ്, സാം നോക്കുകയാണ് ഈ സാധനം കയറ്റി അയക്കാൻ ഷിപ്പിൽ സ്പേസ് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഷിപ്പിംഗ് സ്പേസ് റിസർവ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. റിസർവിംഗ് ഷിപ്പിംഗ് സ്പേസ്. ഓക്കെ, അപ്പൊ ഷിപ്പിംഗ് ഓർഡർ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഷിപ്പിംഗ് സ്പേസ് കിട്ടുന്നത്. അതിനുശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? സാധനങ്ങൾ പാക്കേജിങ്ങും ഫോർവേഡിങ്ങും നടക്കുന്നത്. അത് പാക്കേജ് ചെയ്ത് ലാബിലൊക്കെ ചെയ്തിട്ട് തിരിച്ച് പോർട്ടിലേക്ക് അയക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതിനുശേഷം ഈ ഒരു പ്രൊഡക്റ്റ് ഷിപ്പ് ചെയ്യുന്നതിന്റെ സമയത്ത് ഒരു ഡാമേജും വരുത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡാമേജിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്പോർട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. ഗെറ്റ് ഇൻഷുർഡ് ഫ്രം ദ ഇൻഷുറൻസ് കമ്പനി. നഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്, ആ നഷ്ടം സംഭവിച്ചാലും അത് റിക്കവർ ആവാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് ആരെടുക്കുന്നത്? എക്സ്പോർട്ടർ എടുക്കുന്നത്. അപ്പൊ ഇൻഷുറൻസ് കഴിഞ്ഞതിന് ശേഷം എന്ത് വാങ്ങുന്നുണ്ട്? പോർട്ടിൽ നിന്ന് കസ്റ്റം ക്ലിയറൻസ് ലഭിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്റ്റെയിനിങ് കസ്റ്റം ക്ലിയറൻസ് ആണ്. കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം മെയ്റ്റ്സ് റെസിപ്റ്റ് ആര് കൊടുക്കുകയാണ് ചെയ്യുന്നത്? ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ്. വൺ വേർഡിൽ ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്താണ് മെയ്റ്റ്സ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മെയ്റ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് കൊടുക്കുന്നതാണ്. ഈ സാധനം നമ്മളെ ബോർഡിങ്ങിൽ കയറ്റിയതിന് ശേഷം, ഓക്കെ, ആഫ്റ്റർ ബോർഡിംഗ് ഓഫ് ഗുഡ്സ് ഷിപ്പിലേക്ക് കയറ്റിയതിന് ശേഷം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് ക്യാപ്റ്റൻ കൊടുക്കുന്ന സാധനമാണ് എന്ത്? മെയ്റ്റ്സ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. മെയ്റ്റ്സ് റെസിപ്റ്റ് കിട്ടിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഫ്രൈറ്റ് ചാർജസ് ഒക്കെ ആര് പേ ചെയ്യുന്നത്? എക്സ്പോർട്ടർ ആയിട്ടുള്ള നമ്മുടെ സാം പേ ചെയ്തത്. ഈ ഫ്രൈറ്റ് ചാർജസ് പേ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നു? ബിൽ ഓഫ് ലാഡിംഗ് കൊടുക്കുന്നു ഷിപ്പിലാണെങ്കിൽ. ഇനി ബൈ എയർ ആണെങ്കിൽ എയർവേ ബില്ലുമാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഷിപ്പിലും എയറിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു ഇൻവോയ്സ് ആര് പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത്? എക്സ്പോർട്ടർ പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ ഡീറ്റെയിൽസും എല്ലാ പ്രൈസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്തിട്ട് അത് ആർക്ക് അയക്കുന്നു? അത് നമ്മുടെ ഇഷാൻ അയക്കുന്നു. ഇഷാൻ ഇത് ഒബ്റ്റെയിൻ ചെയ്ത് കയ്യിലായതിനു ശേഷം ഇതിനുള്ള പേയ്മെന്റ് തിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്, സാമിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ദ ലാസ്റ്റ് സ്റ്റേജസ് സെക്യൂറിംഗ് പേയ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എക്സ്പോർട്ട് പ്രൊസീജിയറിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇത്ര മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഫ്ലോയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, നമുക്ക് ഇനി എക്സ്പോർട്ട് പ്രൊസീജിയർ വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഒന്നുകൂടെ ഞാൻ ഓടിച്ചിട്ട് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ എക്സ്പോർട്ട് പ്രൊസീജിയറിലെ ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻക്വയറി നടത്തുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പില് ഒരു എൻക്വയറി അബൌട്ട് ദ പ്രൊഡക്റ്റ് നടക്കുന്നു. എന്നിട്ട് അതിന് ബേസ് ചെയ്തിട്ട് ഒരു കൊട്ടേഷൻ നമ്മുടെ എക്സ്പോർട്ടർ തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് രണ്ടാമത്തേതായിട്ട് നടക്കുന്ന എന്താണ്? ഇമ്പോർട്ടർ ഓർഡർ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് എക്സ്പോർട്ടർ അദ്ദേഹം ഇത് പ്ലേസ് ചെയ്ത ഓർഡറിന് തിരിച്ച് പൈസ തരുമോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് വർത്ത്നെസ് നോക്കുന്നു. ഇമ്പോർട്ടറെ ക്രെഡിറ്റ് വർത്ത്നെസ് നോക്കുന്നു. അതിന് വേണ്ടിയിട്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആവശ്യപ്പെടുന്നു. അതൊക്കെ റെഡി ആയതിനു ശേഷം എക്സ്പോർട്ട് ലൈസൻസ് കയ്യിലാക്കുന്നു. എന്നിട്ട് പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് വാങ്ങുന്നു. റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് വാങ്ങുന്നു. അതിനുശേഷം പ്രൊഡക്ഷൻ നടത്തുന്നു. പ്രൊഡക്ഷന് ശേഷം ആ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിന്റെ ക്വാളിറ്റി ചെക്ക് നോക്കുന്നു. അതിനെയാണ് പ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം എക്സൈസ് ക്ലിയറൻസ് ലഭിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഇമ്പോർട്ടർ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ ആവശ്യപ്പെട്ടത് പ്രകാരം സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ കൊടുക്കുന്നു. ഇനി ഷിപ്പിലേക്ക് സ്ഥലം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് സ്ഥലം റിസർവ് ചെയ്യുന്നതിനെയാണ് റിസർവേഷൻ ഓഫ് ഷിപ്പിംഗ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷമാണ് പാക്കേജ് ചെയ്യുന്നതും ഫോർവേഡ് ചെയ്യുന്നതും ഇങ്ങോട്ട് നമ്മുടെ പോർട്ടിലേക്ക്. എന്നിട്ട് പോർട്ടിലേക്ക് എത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് വരുത്തുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് ആര് കയ്യിലാക്കുന്നു? നമ്മുടെ എക്സ്പോർട്ടർ കയ്യിലാക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കസ്റ്റംസ് ക്ലിയറൻസ് ലഭിക്കലാണ്. പിന്നീട് മെയ്റ്റ്സ് റെസിപ്റ്റ് ആര് കൊടുക്കുകയാണ് ചെയ്തത്? ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ്. ഈ സാധനം ലോഡ് ചെയ്തതിനു ശേഷമാണ് ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് മെയ്റ്റ്സ് റെസിപ്റ്റ് കൊടുക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫ്രൈറ്റ് ചാർജസ് ആര് പേ ചെയ്യുന്നു? നമ്മുടെ എക്സ്പോർട്ടർ പേ ചെയ്യുന്നു. ഫ്രൈറ്റ് ചാർജസ് അടിച്ചതിന് ശേഷം എക്സ്പോർട്ടർക്ക് ബിൽ ഓഫ് ലാഡിംഗ് കൊടുക്കുന്നു. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എയർ വൈ ആണ് നമ്മൾ സാധനം എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് എയർവേ ബില്ലാണ് കൊടുക്കുന്നത്. ആൻഡ് ഈ പ്രോസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻവോയ്സ്, എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അടുക്കിയിട്ടുള്ള ഒരു ഇൻവോയ്സ് നമ്മുടെ ഇമ്പോർട്ടറിലേക്ക് ആരയക്കാണ് ചെയ്യുന്നത്? എക്സ്പോർട്ടർ അയക്കാണ് ചെയ്തത്. ആ ഇൻവോയ്സ് കിട്ടിയതിനു ശേഷം നമ്മുടെ ഇമ്പോർട്ടർ എന്ത് ചെയ്യുന്നു? യെസ്, ഇമ്പോർട്ടർ ലാസ്റ്റ്ലി
ഫൈനൽ സെറ്റിൽമെന്റിനായിട്ട് പേയ്മെന്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുള്ള നമ്മുടെ എക്സ്പോർട്ട് പ്രൊസീജിയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇമ്പോർട്ട് പ്രൊസീജിയറിന്റെ ഓരോ ഹെഡിങ്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് സംഗതി സെറ്റ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതേപോലെ മോർ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ പറയാം. ഓക്കെ, ദെൻ ബൈ, താങ്ക് യു.